നമ്മൾ ശരിക്കും ഓട്ടോ മോഡിൽ വിട്ടാൽ മാത്രമാണ് അത് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിലൊക്കെ എന്താണ് ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ ഇതിന് മുകളിലൊക്കെ എന്താണ് ഗ്യാപ്പ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിനുള്ളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഓട്ടോ ടെക്നിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് സൺറൂഫ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് മാരുതിക്ക് ബ്രസ മോഡലുകളിലാണ് ഇലക്ട്രിക് സൺറൂഫ് ഉള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് മഴക്കാലങ്ങളിൽ ഉപയോഗിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൺറൂഫ് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോ മോഡല്ലാതെ നമ്മൾ മാനുവലായിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അടഞ്ഞു നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും ഓട്ടോ മോഡിൽ വിട്ടാൽ മാത്രമാണ് അത് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിലൊക്കെ എന്താണ് ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ ഇതിന് മുകളിലൊക്കെ എന്താണ് ഗ്യാപ്പ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിനുള്ളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൺറൂഫ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ടിൽറ്റപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ലൈഡ് ഓപ്പൺ ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഓട്ടോ മോഡിൽ തന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ വന്ന് ക്ലോസ് ആവും. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ വെള്ളം കയറുന്ന ആ ഒരു സാധ്യത നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ സ്ലൈഡ് ഓപ്പൺ മാത്രമാണ് നമുക്ക് ഓട്ടോ മോഡുള്ളൂ. ടിൽറ്റ് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ നമുക്ക് ടിൽറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മളിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടാൽ ക്ലോസ് ആവില്ല, ടിൽറ്റ് ഡൗൺ ആവില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ പ്രസ് ചെയ്ത് തന്നെ പിടിക്കണം. സ്വിച്ചിൽ പ്രസ് ചെയ്ത് തന്നെ പിടിച്ചാൽ മാത്രമാണ് ടിൽറ്റ് ഡൗൺ ആയിട്ട് ക്ലോസ് ആവുള്ളൂ. ഓപ്പൺ നമുക്ക് ഓട്ടോ മോഡ് ഉണ്ട്. അത് ഓപ്പൺ ആണെങ്കിലും ക്ലോസ് ആണെങ്കിലും നമ്മൾ പ്രസ് ചെയ്ത് വിട്ട് 2 സെക്കൻഡിക്കുള്ളിൽ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതുപോലെ ക്ലോസ് ആണെങ്കിലും നമുക്ക് ഓട്ടോ മോഡിൽ വർക്ക് ചെയ്യും. സൺറൂഫ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെള്ളം പോകുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഇലയോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനെയുള്ള വന്ന് കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രമേ നമ്മളത് ക്ലോസ് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ വാട്ടർ ഡ്രെയിനേജ് വരുന്ന ഏരിയ ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഴയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വണ്ടിക്കുള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. സൺറൂഫിൻ്റെ 4 സൈഡിലേക്കായിട്ട് ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ വരുന്ന ചാനലിൽ വെള്ളം സ്റ്റോർ ആവും. ആ വെള്ളം ആ ഡ്രെയിനേജ് വഴി വണ്ടിയുടെ താഴ്ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡ്രെയിനേജ് വരുന്നത്. ഇതുപോലെ 2 സൈഡിലും ഡ്രെയിനേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രെയിനേജ് ബ്ലോക്കായിട്ടില്ല എന്നുള്ളത് നമ്മൾ മഴക്കാലങ്ങളിൽ ഉറപ്പ് വരുത്തണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.